ഇത് ഗൗരവപ്പെട്ട ഗുരുതരമായ ഒരു പ്രശ്നമാണ്. മറ്റൊരുപാട് തരത്തിൽ വിദ്യാസമ്പന്നരുടെ വർഗീയതയാണ് ഏറ്റവും അപകടകരമായത് എന്ന് കേരളം തിരിച്ചറിയണം. അതിന്റെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യാവകാശ പ്രശ്നത്തിന്റെ പേരിൽ, ലിംഗവിഭജനത്തിന്റെ പേരിൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് മുഖമൂടി അണിഞ്ഞു വരുന്ന മനസ്സിനകത്ത് അതിരൂഢമൂലമായിട്ടുള്ള വർഗീയതയും വിഭാഗീയതയും ചേരിതിരിവുകളും മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന അപകടകാരികൾ അങ്ങനെയാണ് വരുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഫാറൂഖ് കോളേജിന്റെ ക്യാമ്പസ് പൊളിച്ചകത്തു കയറാൻ വരുന്നവരും ഈ കൂട്ടത്തിൽപ്പെട്ട ഭീകരവാദികളാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം. അതാണ് ഫാറൂഖ് കോളേജിനെതിരായി ഞാൻ ചോദിക്കട്ടെ, ഫാറൂഖാബാദിനെതിരായി രൂപപ്പെട്ടു വന്ന ചർച്ച നിങ്ങളൊന്ന് പരിശോധിക്കുക. എങ്ങനെ ഉണ്ടായതാണ് ഫാറൂഖ് കോളേജ്? എങ്ങനെ ഉണ്ടായതാണ്? മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്വാതന്ത്ര്യം സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സമുച്ചയങ്ങളും പരിശോധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. സമരമാവാം, സ്വാതന്ത്ര്യമാവാം, രാഷ്ട്രീയമാവാം, പക്ഷേ രണ്ടാമത് ആദ്യത്താണ് മോഡേൺ എഡ്യൂക്കേഷൻ, ദെൻ മോഡേൺ പൊളിറ്റിക്സ്. അങ്ങനെയാണ് അലിഗഡ് ഉണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ ഉത്തരേന്ത്യക്കാർക്ക് അദ്ദേഹത്തിന് ശേഷം ഒരു സർ സയ്യിദിനെ കിട്ടിയില്ല. അതുകൊണ്ട് അലിഗഡിന് ശേഷം അങ്ങനെ ഒരു അലിഗഡും ഉണ്ടായില്ല. എന്നാൽ ഫാറൂഖ് കോളേജ് അങ്ങനെയല്ല. കേരളത്തിലെ ഒരു അലിഗഡാണ് ഫാറൂഖ് കോളേജ് പെറ്റുവീഴ്ത്തിയതെന്ന് പറയാവുന്ന ദശക്കണക്കിന് കോളേജുകൾ കേരളത്തിന്റെ തെരുവുകളിൽ ഉണ്ടായി. ആ മുദ്രാവാക്യം ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി. കേരളത്തിൽ ഫാറൂഖ് കോളേജ് ഒരു സിമ്പലാണ്. ഫാറൂഖ് കോളേജ് ഒരു സ്ഥാപനമല്ല, അതൊരു സിമ്പലാണ്, ഒരു അടയാളമാണ്, ഒരു തുടക്കമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിടിക്കേണ്ടത് കേരളത്തിന്റെ തെരുവിലെ മറ്റൊരു കോളേജല്ല. ഈ പ്രയാണത്തെ തടുക്കാൻ പിടിക്കേണ്ടത് അതിന്റെ തലയാണ്. ഫാറൂഖ് കോളേജാണ്, തുടക്കമാണ് എന്ന് വിചാരിക്കുന്നത്. കേവലം 10, 800, 900 വരുന്ന ഡിഗ്രി പ്രവേശന സീറ്റുള്ള കോളേജിൽ 45,000 അപേക്ഷ വരിക. പ്രിൻസിപ്പലിന്റെ കണക്കനുസരിച്ച് യൂണിവേഴ്സിറ്റിയിൽ 1,03,000 അപ്ലിക്കേഷൻ വരുമ്പോ ഒരു സ്ഥാപനത്തിനകത്ത് 45,000 അപേക്ഷകൾ വരിക. ഇതെന്തു കണ്ടിട്ടാണ്? ഫാറൂഖ് കോളേജിലേക്ക് വരാനുള്ള റോഡിന്റെ വീതി കണ്ടിട്ടാണ്? ഇവിടെ കെട്ടിപ്പൊക്കിയ മഹാ കെട്ടിടങ്ങൾ കണ്ടിട്ടാണ്? അതല്ല, ഫാറൂഖാബാദ് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഫാറൂഖാബാദ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, ഫാറൂഖാബാദ് കൊടുക്കുന്ന ഒരു ധാരണയുണ്ട്. ഫാറൂഖാബാദിന് വേണ്ടി കണ്ട ഒരുപാട് സ്വപ്നമുണ്ട്. ആ സ്വപ്നമാണ്, ആ ധാരണയാണ്, ആ ചിന്തയാണ്. ഫാറൂഖാബാദ് തകരുന്നു എന്ന് പറയുന്നത്, തകർക്കാൻ ശ്രമിക്കുന്നവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ആ പ്രതീക്ഷകളെ തകർക്കലാണ്, ആ ധാരണകളെ തകർക്കലാണ്. അതാണ് ഗൗരവപ്പെട്ട പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ ഫാറൂഖ് കോളേജ് ഉണ്ടായി? ഭരണഘടനാപരമായ ഒരു അവകാശമാണ് ഫാറൂഖ് കോളേജ് എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ മറവിൽ ആരെങ്കിലും കെട്ടിപ്പൊക്കിയ ഒരു സ്ഥാപനമല്ല, ഭരണഘടന കൊടുക്കുന്ന അവകാശമാണ്. എന്തിനു വേണ്ടി? ഒരു സമൂഹത്തിന്റെ, ഒരു പിന്നോക്ക സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ, സാംസ്കാരികമായ അവരുടെ ഉന്നമനത്തിനു വേണ്ടി. രണ്ട് പ്രശ്നമുണ്ട്, ഒന്ന് വിദ്യാഭ്യാസപരം, മറ്റൊന്ന് സാംസ്കാരികമാണ്. അങ്ങനെ ഒരു എത്തിക്സിന്റെ മുകളിൽ ഉണ്ടാക്കിയ സ്ഥാപനമാണിത്. ഒരു ആശയത്തിന്റെ മുകളിൽ, ഒരു ധാരണയുടെ മുകളിൽ. ആ ധാരണ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതാണ്. ഫാറൂഖ് കോളേജിന് വേണ്ടി വിയർപ്പൊഴുക്കിയവർ, ഇവിടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്ന അബ്ദുള്ള കുട്ടി ഹാജി 27 ഏക്കർ വിട്ടുകൊടുക്കുമ്പോ വഖഫ് ചെയ്യുന്ന ഭൂമിയിൽ രേഖയാക്കി എഴുതി വെച്ചത് എന്താണെന്ന് കുട്ടികൾ അറിയോ? എന്താ എഴുതി വെച്ചത്? എന്റെ പരലോക മോക്ഷത്തിനു വേണ്ടി, എന്റെ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി. അങ്ങനെയാണ്, പരലോക മോക്ഷത്തിനു വേണ്ടി, മറ്റൊന്ന് സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി, ഉന്നമനത്തിനു വേണ്ടി. ഈ ഫാറൂഖ് കോളേജിൽ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളിൽ സിമന്റും കമ്പിയുമല്ല. അബ്ദുള്ള കുട്ടിയാജിയുടെ സ്വപ്നമുണ്ട്, ഒരുപാട് ആളുകളുടെ സ്വപ്നമുണ്ട്, പ്രതീക്ഷയുണ്ട്, അവരുടെ ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ നിരാകരിക്കാൻ വരുന്നവർ നിങ്ങൾ മനസ്സിലാക്കുക. ജലീൽ സാഹിബ് വലിയ പുരോഗമനവാദിയാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്. ജലീൽ സാഹിബ് ഫാറൂഖ് കോളേജിന്റെ അധിപനായിരിക്കുന്ന കാലത്താണ്. സെക്കൻഡ് ബെല്ലടിച്ചാലാണ് പെൺകുട്ടികൾ ക്ലാസ്സിൽ കയറുക. അറിയുക, സെക്കൻഡ് ബെല്ലടിച്ചാലാണ് പെൺകുട്ടികൾ. ജലീൽ സാഹിബിനെ ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ, അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ഒരു പത്രത്തിൽ അദ്ദേഹം പറഞ്ഞത് സെക്കൻഡ് ബെല്ലടിച്ചാൽ മതി പെൺകുട്ടികൾ ക്ലാസ്സിൽ കയറാൻ എന്ന് പറഞ്ഞിരുന്നു ജലീൽ സാഹിബ്.
അത് ജലീൽ സാഹിബിനെ പോലെ ഒരു പുരോഗമനവാദിയുടെ അദ്ദേഹത്തിന്റെ മാത്രം വിഷനല്ല. അദ്ദേഹം അധിപനായി നിൽക്കുന്ന ഒരു സ്ഥാപനം കൊടുക്കുന്ന മെസ്സേജിന്റെ ഭാഗമാണ്, ഒരു മെസ്സേജിന്റെ ഭാഗം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ അതിനെ വിപണനവൽക്കരിക്കപ്പെടുന്ന, അതിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താണ്? അവിടെ നിന്ന് വരുന്ന വലിയ സർട്ടിഫിക്കറ്റുകളുണ്ട്. വിദ്യാഭ്യാസപരമായി ഈ റൗളത്തിനകത്ത് വന്നിരിക്കുന്ന കുട്ടികളെ ഇവിടേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാവിന്റെ താല്പര്യം എന്താണ്? റൗളത്ത് കൊടുക്കുന്ന ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ ആ എഡ്യൂക്കേഷന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അതാണ്. എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ കാര്യമുള്ളത്? ഇന്നത്തെ കാലത്ത് എന്താ ഉള്ളത്? അറിവെന്ന് പറയുന്നത്, ശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഹിക്മ എന്ന് പറയുന്നത്, വിസ്ഡം എന്ന് പറയുന്നത്, അതാണ് എഡ്യൂക്കേഷൻ പൂർണ്ണമാവുന്നത്. അറിവ് എന്ന് പറയുന്നത് കൊണ്ട് പൂർണ്ണമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താണ് അറിവ്? എന്താണ്? തക്കാളി ഒരു ഫ്രൂട്ടാണ് എന്നാണ് അറിവ്, അല്ലേ? അത് ഫ്രൂട്ട് സലാഡ് ഇടാൻ പറ്റില്ല എന്നുള്ളതാണ് തിരിച്ചറിവ്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. തക്കാളി ഒരു ഫ്രൂട്ടാണ്, അത് ഫ്രൂട്ട് സലാഡ് ഇടാൻ പറ്റില്ല. അറിവിന്റെ കൂടെ വിസ്ഡം ഉണ്ടാകുന്നു. ഒരുപക്ഷെ റൗളത്ത് കൊടുക്കുന്നത് ഈ വിസ്ഡമാണ്. ഇത് തിരിച്ചറിയുന്ന, റൗളത്ത് തേടി മക്കളെ കൊണ്ടുവന്ന് ചേർക്കുന്ന രക്ഷിതാവിന്റെ താല്പര്യം ഈ റൗളത്തിന്റെ മെസ്സേജാണ്. ഈ സൗകര്യങ്ങളും കെട്ടിടങ്ങളുമല്ല. 3000 സീറ്റുള്ള ഫാറൂഖ് കോളേജിൽ 45,000-ഓളം അപ്ലിക്കേഷനുകൾ വരുന്നത് ആ ഫാറൂഖ് കോളേജിന്റെ സൗന്ദര്യമല്ല. ഫാറൂഖ് കോളേജ് കൊടുക്കുന്ന അച്ചടക്കം, ഫാറൂഖ് കോളേജിൽ ചേർക്കുമ്പോഴുണ്ടാകുന്ന അതിന്റെ ആ കുട്ടിക്കുണ്ടാകുന്ന എന്താണ് അക്കാഡമിക്കലായിട്ടുള്ള പാഠത്തിനപ്പുറം പഠിക്കുന്ന ഒരു കൾച്ചർ, ക്യാമ്പസിൽ കൊടുക്കുന്ന കൾച്ചർ വലിയ പ്രധാനപ്പെട്ട. ആദ്യം തകർക്കേണ്ടത് ഫാറൂഖ് കോളേജിന്റെ കെട്ടിടമല്ല, മറിച്ചോ 45,000 രക്ഷിതാക്കളെ ആകർഷിപ്പിക്കുന്ന ഇതിന്റെ മെസ്സേജാണ്. അത് തകർക്കണമെങ്കിൽ ഫാറൂഖ് കോളേജിനെ കുറിച്ച് പറയുന്ന പരാതി എന്താണ്? ഇപ്പോ എന്താണ് പരാതി? ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കണില്ല എന്നതാ. ആയിക്കോട്ടെ, കേരളത്തിലെ ഏത് ഗവൺമെന്റ് കോളേജിലാണ് ഉള്ളത്? അത് പറ. കേരളത്തിലെ ഏത് ഗവൺമെന്റ് കോളേജിൽ? ഫാറൂഖ് കോളേജിൽ വരുമ്പോ താലിബാനിസാണ്. ഇവിടുത്തെ 100 കണക്കിന് ക്രിസ്ത്യൻ കോളേജുകളുണ്ട്. ആ ക്രിസ്ത്യൻ കോളേജുകളിലുള്ള അതിശക്തമായ അച്ചടക്കമുണ്ട്. അത് ക്രിസ്ത്യൻ തീവ്രതയാണോ? പറയാൻ കഴിയുണ്ടോ അവർക്ക്? അത് ക്രിസ്ത്യൻ തീവ്രതയാണോ? എത്രയെത്ര SM കോളേജ് ഉണ്ട് എന്റെ മണ്ഡലത്തില്, എന്റെ കണ്ണൂർ ജില്ലയിൽ. അവിടെ ഹിന്ദു തീവ്രതയാണോ? ഒരു ക്യാമ്പസിനകത്ത് ആ ക്യാമ്പസ് പരിപാലിക്കുന്ന, ക്യാമ്പസിൽ നിന്ന് കൊടുക്കുന്ന മെസ്സേജുകൾക്ക് വേണ്ടി ആ ക്യാമ്പസ് ഉണ്ടാക്കി വെക്കുന്ന അച്ചടക്കം, ഒതുക്കം, അടക്കം എന്ന് പറയുന്നത് അത് അറിഞ്ഞുകൊണ്ടാണ് രക്ഷിതാക്കൾ വരുന്നത്. ഞാൻ JNU പോയിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. 100 കണക്കിന് ഏക്കറുകൾ കൊണ്ട് നിബിഡമായ വനം പോലെ നിൽക്കുന്ന ഒരു വലിയ ക്യാമ്പസാണ് JNU. അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റൂളിലാണ്, ബെഞ്ചിലല്ല. ഇവിടെ കസേരയിലാണെന്നും പെണ്ണും ഇരിക്കാം. ബെഞ്ചിൽ ഇരിക്കുമ്പോ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബെഞ്ചിനകത്ത് അങ്ങനെ മുട്ടിയും ഉരുമിയും ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തോന്നുന്നവൻ പോയി ഒരു കോളേജ് തുടങ്ങാൻ പ്രയാസമൊന്നുമില്ല, തുടങ്ങിക്കോട്ടെ. തോന്നുന്നവനൊരു കോളേജ്, ആളുടെ സ്ഥാപനങ്ങൾ കൂടുപോലെ മുളച്ചു കൊണ്ടിടത്ത് അങ്ങനെ ഒരു കോളേജ് തുടങ്ങി ബോർഡ് വെക്ക്. ഇവിടെ കുട്ടികളെ ചേർത്താവുന്നതാണ്, എങ്ങനെയും ഇരിക്കാവുന്നതാണ്. എത്ര രക്ഷിതാക്കളെ കൊണ്ടുപോയി ചേർത്തു? എത്ര ആപ്ലിക്കേഷൻ വരും? അത് കമന്റിലേക്ക് അടക്കവും ഒതുക്കവും വേണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കോളേജിന്റെ മതിലിൽ കൊണ്ടുവന്നല്ല ഈ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത്. തറവാട്ട് സ്വത്ത് വിറ്റിട്ട് വേറെ കോളേജ് ഉണ്ടാക്കി അതിന്റെ മുകളിലാണ് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഒട്ടിക്കേണ്ടത്. കോളേജ് ഒരുത്തന്റെയും ആഗ്രഹമല്ല, ഒരു സമൂഹത്തിന്റെ. വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയുടെ പോരാട്ടമാണ്. കോഴിക്കോട്ട് നിന്ന് ഫാറൂഖ് കോളേജിന്റെ മുമ്പിലേക്ക് വണ്ടി കയറി വരുമ്പോ ഗുരുവായൂരപ്പൻ കോളേജ് ഉണ്ട്, എന്തേ പോകാത്തത്? അവിടെ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് കോഴിക്കോട് നഗരത്തിനകത്ത്, എന്തേ പോകാത്തത്? വരുന്ന വഴിക്ക് കാലിക്കറ്റ് ആർട്സ് കോളേജ് ഉണ്ടല്ലോ, അവിടെയും ബസ്സറങ്ങളില്ലല്ലോ. നേരെ ഫാറൂഖ് കോളേജിന്റെ മുമ്പിൽ വന്നിട്ട് മനുഷ്യാവകാശ മുദ്രാവാക്യം വിളിക്കുന്നവന്റെ മനസ്സിലെ വിഷം മനസ്സിലാക്കാൻ വലിയ സർട്ടിഫിക്കറ്റും യോഗ്യതയും വേണ്ട. കോമൺ സെൻസ് മതി. ഫാറൂഖ് കോളേജ് ഉണ്ടാക്കിയത് ഒരു വൈകാരികതയാണ്. ഫാറൂഖ് കോളേജ് ഉണ്ടാക്കിയത് ഒരു സ്ഥാപനമല്ല, അത് നടത്തിക്കൊണ്ടു പോകുന്നവരുടേതുമല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൺക്രീറ്റ് കെട്ടിടമല്ല, ഇത് മണ്ണല്ല, ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം തച്ചു തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തുടങ്ങാം ഈ വിമോചനമെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടേക്ക് ചുംബന സമരക്കാർ വന്നാൽ അവർക്ക് നേരെ നേരിടേണ്ടി വരിക കോഴിക്കോട് നഗരത്തിലെ പോലീസായിരിക്കില്ല, ഒരു തലമുറയുടെ പോരാട്ടമായിരിക്കും. അവരത് മനസ്സിലാക്കാൻ തിരിച്ചറിയാത്തതുകൊണ്ടാണ്.
നടക്കുന്നത്. ഫാഷിസം പുതിയ മൗലികവാദത്തിന്റെ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ ലിംഗ സമരങ്ങളുടെ പേരിൽ വരികയാണ്. ലിംഗവിവേചന സമരങ്ങളുടെ പേരിൽ മനസ്സിലാക്കലില്ല ആളുകൾ. പോയി നോക്കട്ടെ, എത്ര സ്ഥാപനങ്ങളുണ്ട് കേരളത്തില്, എത്ര സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾക്കകത്ത് എന്തെല്ലാം നിയമങ്ങളുണ്ട്. ഒരു കോളേജ് മാത്രമാണോ അങ്ങനെ ഉള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാറൂഖ് കോളേജിലെ നിയമം പൊളിക്കാം. കാലിക്കറ്റ് ആർട്സ് കോളേജ് എന്ന് പറയുന്ന ഗവൺമെന്റ് സ്ഥാപനത്തിൽ അത് ആരംഭിക്കട്ടെ, എന്നിട്ട് വരട്ടെ ഫാറൂഖ് കോളേജിലേക്ക്. ഗുരുവായൂരപ്പൻ കോളേജിൽ അത് ആരംഭിക്കട്ടെ, എന്നിട്ട് വരാം ഫാറൂഖ് കോളേജിലേക്ക്. ക്രിസ്ത്യൻ കോളേജിൽ അത് ആരംഭിക്കട്ടെ, എന്നിട്ട് വരാം ഫാറൂഖ് കോളേജിലേക്ക്. ഇവിടെ മാത്രം വന്നിട്ട് അത് തെളിയിക്കുന്നവന്റെ മനസ്സിലെ വിഷം മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളാണ് രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ തലച്ചോറാണ് രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ തിരിച്ചറിവാണ് ഒരു സമൂഹം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നത്. ക്യാമ്പസുകൾക്കകത്ത് കോളേജ് യൂണിയനാവാം, നിങ്ങളുടെ സംരംഭങ്ങളാവാം, നിങ്ങളുടെ അടിച്ചുപൊളിയാവാം, ഒക്കെ നടക്കട്ടെ. അതിനകത്തൊക്കെ മെസ്സേജ് ഉണ്ടാവും. ജീവിതമേ ഒരു അത്തരം ഒരു ധാരണയാവണം. ലിവിംഗ് ബൈ എക്സാമ്പിൾ എന്ന് പറയുന്നത്.